ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ടെത്തിയപ്പോൾ ചാകര തന്നെ ചാകര. ഞാൻ നമ്മുടെ കിളിമീനും മഞ്ഞക്കോര എന്നാണ് ഞാൻ പറയുക, അതും അയിലയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ ഉച്ചയ്ക്ക് മഞ്ഞക്കോരയുടെ അമ്മേനെ വേണമെങ്കിൽ പറയാം, മഞ്ഞക്കോര വലുത് നോക്കിയിട്ട് അതും പിന്നെ ചാളയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മഞ്ഞക്കോര എടുത്തപ്പോൾ കണ്ടോ, അതിൻ്റെ വായിൽ അതിൻ്റെ കുട്ടീനെ തിന്നുകൊണ്ടിരിക്കണ ഒരു സീൻ കണ്ടു. ഇതേപോലെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് നന്നാക്കാൻ പേടിയുള്ളൊരു സാധനം എന്ന് പറയുന്നതാണ് ഈ ഒരു മഞ്ഞക്കോര. ഇതിൻ്റെ മുള്ള് ഭയങ്കര ഷാർപ്പാണ്. ഇതിൻ്റെ മുള്ളിൽ നിന്ന് കയ്യിൽ കുത്ത് കിട്ടിയിട്ട് അത് പഴുത്ത് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു മുറിവ് ശരിക്കും ഉണങ്ങി കിട്ടിയത് തന്നെ. ഇന്നും മീൻ നന്നാക്കി വരുമ്പോൾ ഇതേപോലൊരു കുത്ത് കിട്ടി. പക്ഷേ ഇതത്ര സ്ട്രോങ് ഒന്നും ആയില്ല, എന്നാലും ഭയങ്കര വേദന കേട്ടോ. ചെറിയൊരു കുത്താണ് കിട്ടിയത്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചിറകാണ് കേട്ടോ ഈ ഒരു മീനിനുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ മീനിൻ്റെ കത്രിക ഉപയോഗിക്കും. എനിക്ക് ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ കത്രിക. പക്ഷേ ഇവിടുത്തെ അമ്മ ഉപയോഗിക്കില്ല. അമ്മയ്ക്ക് ഈ ഒരു മീൻ കത്രിക അത്രയ്ക്ക് അങ്ങോട്ട് കൈവഴക്കം വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വലിയ മീനായാലും ചെറിയ മീനുകളായാലും ഈ ഒരു കത്രിക ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ പണികൾ തീരും. അങ്ങനെ ഇതിൻ്റെ തലേനെ ഞാൻ വെട്ടിയെടുത്തു ഗൈസ്, വെട്ടിയെടുത്തു. ഇതിൻ്റെ തലയൊന്നും വറുക്കാനായിട്ട് ഞാൻ കൂട്ടത്തില്ല കേട്ടോ. നിങ്ങളിതിൻ്റെ തല വറുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കുടലും മറ്റ് വേസ്റ്റ് സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇതേപോലെ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അത് നല്ല വലിയ മീനായിരുന്നു കേട്ടോ. ചെറുതൊക്കെ ആണെങ്കിൽ ഇതേപോലെ അങ്ങ് മുറിച്ച് നടുവെന്ന് കീറിയെടുക്കും. അപ്പോൾ ഇനി നമുക്ക് ചാളയും അയിലയും നന്നാക്കിയെടുക്കാം. ഈ മീനുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഈസി ആയിട്ട് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ അത് അയില തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സെറ്റ് മീൻ നന്നാക്കി കഴിഞ്ഞതിൻ്റെ ആ ഒരു കോലാണ് കേട്ടോ ഈ കാണുന്നത്. മഞ്ഞക്കോരയുടെ നമ്മുടെ ചെതമ്പലുകളാണ് ഫുള്ളും ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലെ മീനും കൂടി നന്നാക്കി എടുക്കാം. ഇനി നമ്മുടെ ക്ലീനിങ് പ്രൊസീജിയറാണ്. നന്നാക്കി വെച്ചിട്ടുള്ള മീൻ പുറത്ത് കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് അടുക്കള മൊത്തം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇല്ലെങ്കിൽ അടുക്കള മൊത്തം മീനിൻ്റെ ആ ഒരു സ്മെല്ലടിക്കും. പുറത്തു നിന്ന് നന്നാക്കാനായിട്ട് പറ്റില്ല. വൈകിട്ടായതുകൊണ്ട് നിറയെ കൊതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് അകത്ത് നിന്ന് നന്നാക്കിയത്. വൈകിട്ടല്ലേ മീൻ വാങ്ങിക്കൊണ്ടുവന്നത്. അങ്ങനെ മീനെല്ലാം കഴുകിയെടുക്കണം. ഞാൻ മീൻ കഴുകിയെടുക്കുമ്പോൾ ഓരോന്നായിട്ട് ആദ്യം കഴുകിയെടുക്കും, പിന്നെ മൊത്തത്തിൽ അലമ്പി കഴുകും. അങ്ങനെ നമ്മുടെ മീൻ ചാകര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ നന്നാക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.